റയൽ മാഡ്രിഡിൽ സാബി അലൻസോക്ക് വളരെ കൃത്യമായിട്ടുള്ള അജണ്ട ഉണ്ട് എന്നുള്ള കാര്യമാണ് എനിക്ക് ഈ ഒരു മാഴ്സയും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു എസ്പയാനോനെതിരെയുള്ള ഒരു മാച്ച് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇത് കഴിഞ്ഞപ്പോൾ മനസ്സിലായത്. ഓക്കെ, വേറെ ഒന്നുമല്ല, ലെഫ്റ്റ് വിങ്ങിൽ വിനി റോഡ്രിഗോ കൺഫേം, ഇവർ രണ്ടുപേരെയും അവിടെ റൊട്ടേറ്റ് ചെയ്യും. റൈറ്റ് വിങ്ങിൽ മസ്തൻ തുവാനോ ബ്രൈം ടൈപ്സ്, ഇവരെ രണ്ടുപേരെയും അവിടെ റൊട്ടേറ്റ് ചെയ്യും. അല്ലെങ്കിൽ എന്താണ് റോഡ്രിഗോയെ പിടിച്ച് റൈറ്റ് വിങ്ങിൽ കളിപ്പിക്കുക, അവർ വിനി എംബാപ്പെ റോഡ്രിഗോ ഈ ഒരു കോമ്പിനേഷൻ കാണാൻ കഴിയുക, അതൊന്നും ഉണ്ടാവില്ല ഇപ്രാവശ്യം. എനിക്ക് തോന്നുന്ന കാര്യം അതാണ്. വളരെ പ്രാഗ്മാറ്റിസം അല്ലെങ്കിൽ പ്രാക്ടിക്കലി ചിന്തിക്കുന്ന ഒരാളാണ്, ആ സാധനം ഇഞ്ചക്ട് ചെയ്യുന്ന ഒരാളാണ് സാബി അലൻസോ. അവനവൻ്റെ പൊസിഷൻ ഏതാണോ, അവനവൻ ഏതിലാണോ ബെസ്റ്റ് ആയിട്ടുള്ളത്, പ്ലേയേഴ്സ് ഏതിലാണോ ബെസ്റ്റ് പൊസിഷനിൽ കളിക്കുന്നത് അവിടെ തന്നെ പ്ലേയേഴ്സിനെ കളിപ്പിക്കുക എന്നുള്ള കാര്യമാണ് സാബി അലൻസോ കറന്റ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നോക്കിക്കൊണ്ടിരിക്കല്ലേ, ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചൊമേനിനെ പിന്നെ അതുപോലെ തന്നെ സെൻറ്റർ ബാക്കിൽ കളിപ്പിക്കുന്നില്ല. ഇനിയിപ്പോൾ കാമവിംഗ വന്നു, കാമവിംഗയും ബെല്ലിംഗാമും തിരിച്ചു വന്നു. ബെല്ലിംഗാമിനെ ഇനി എവിടെ കളിപ്പിക്കും? അദ്ദേഹത്തെ പ്രോപ്പർ ആ ഒരു മിഡ്ഫീൽഡർ റോളിൽ തന്നെ കളിപ്പിക്കും. കാമവിംഗയെ മറ്റേ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് തന്നെ കളിപ്പിക്കും, ചൊമേനിനെ കളിപ്പിക്കുന്നത് പോലെ തന്നെ. അപ്പോൾ നമുക്കറിയാം ആൻസലോട്ടിയുടെ അണ്ടറിൽ കാമവിംഗയൊക്കെ എവിടെയൊക്കെ കളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, എവിടെയെങ്കിലും ഇഞ്ചുറി ആയിട്ട് ആരെ കിട്ടിയില്ലെങ്കിൽ കാമവിംഗനെ പോയി കളിപ്പിക്കും അവിടെ. 5 മാസങ്ങൾക്ക് ശേഷമാണ്, കഴിഞ്ഞ മെയ്ക്ക് ശേഷമാണ് കാമവിംഗ തിരിച്ചു വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ബെല്ലിംഗാം ഷോൾഡർ ഇഞ്ചുറി, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷോൾഡർ ഇഞ്ചറിൻ്റെ റെസ്റ്റ് കഴിഞ്ഞ് ബെല്ലിംഗാം ടീമിൽ സ്ക്വാഡിൽ മാഴ്സയ്ക്കെതിരെ തന്നെ ഉണ്ടായിരുന്നു. ലാലിഗയിൽ മാച്ചിൽ ഇറങ്ങിയത് ഈ ഒരു മാച്ചിലാണ്, ഈ ഒരു സീസണിൽ. ഓക്കെ, കറൻ്റ്ലി ഇപ്പോൾ റയൽ മാഡ്രിഡ് എന്ന് പറയുന്നത് 5 മത്സരങ്ങളിൽ നിന്നും 5 വിജയിച്ച് ഏറ്റവും ടോപ്പിലാണുള്ളത്. ഓക്കെ, 1 സമനിലയെ തോൽക്കാൻ കാത്തിരിക്കുകയാണ്. അപ്പുറത്ത് ബാക്കിൽ ബാഴ്സലോണ മുന്നിലോട്ട് കുതിച്ച് വരാൻ. ഓക്കെ, എസ്പാനോൾ എന്ന് പറയുന്ന ഈ ഒരു ടീം അവർ മോശമൊന്നുമല്ല, 4 മത്സരങ്ങളിൽ നിന്നും 3 വിജയിച്ചിട്ടുണ്ട്. ഓക്കെ, അവർ ടേബിളിൽ 3-ാം സ്ഥാനത്താണ്. ഓക്കെ, റയൽ ബാഴ്സ കഴിഞ്ഞ് കഴിഞ്ഞാൽ 3-ാം സ്ഥാനത്താണ് എസ്പാനോൾ ഉള്ളത്. അപ്പോൾ അവരോട് എന്താ പറയുക, വിജയിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഓഫ് കോഴ്സ് അവർക്ക് ഈ ഒരു സീസണിൽ നല്ലൊരു സ്റ്റാർട്ടാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ അവരെ 2-0 എന്നുള്ളൊരു സ്കോറിന് പരാജയപ്പെടുത്തി. അതും വെറുതെ അല്ല, 2 വണ്ടർ ഗോളുകൾ എന്നൊക്കെ പറയില്ല നമ്മൾ, 2 കിടിലൻ ഗോളുകൾ, 2 ലോങ് റേഞ്ചിലെ ടോപ്പ് ഷോട്ട് ഗോളുകളൊക്കെ സ്കോർ ചെയ്തിട്ടാണ് ഈ ഒരു മാച്ച് വിജയിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് 11 റയൽ മാഡ്രിഡ് ഗോൾ കീപ്പറായിട്ട് ദീപോ കോട്ടുവിനെ തന്നെ, ലെഫ്റ്റ് ബാക്കിൽ കരേരാസ്, എദർ മിലിറ്റാവോ, റൗൾ അസൻസിയോ ഈ ഒരു സീസണിൽ ഫസ്റ്റ് ടൈം ഒരു മാച്ച് സ്റ്റാർട്ടിംഗ് 11-ൽ വരുന്നു. കാരണം വേറെ ഒന്നുമല്ല, യൂസറിന് റെഡ് കാർഡാണ്, റൂഡിഗറിന് ഇഞ്ചുറിയാണ്. അപ്പോൾ റൗൾ അസൻസിയോ തന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്. റൈറ്റ് ബാക്കായിട്ട് ഡാനി കാർവഹാൾ, ട്രെൻറ്റിന് പരിക്കാണ്, സോ കാർവഹാളിനെ ഇറക്കി വിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 4-4-2 എന്നുള്ള ഒരു ഫോർമേഷനിലാണ് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത്. ലെഫ്റ്റിൽ വിനീഷ്യസ്, പിന്നെ 4 മിഡ്ഫീൽഡറായിട്ട് ലെഫ്റ്റിൽ വിനീഷ്യസ്, ചൊമേനി, വാൽവർദെ, റൈറ്റിൽ മസ്തൻ തുവാനോ, ഗോൺസാലോ ഗാർസിയയും എംബാപ്പയും സ്ട്രൈക്കറായിട്ട് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. ഗോൺസാലോ ഗാർസിയ ഈ ഒരു സീസണിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. പക്ഷേ ഇന്നത്തെ മാച്ചിൽ അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും കൊണ്ടുവരാൻ ഗോൺസാലോ ഗാർസിയക്ക് സാധിച്ചിട്ടില്ല. ഓക്കെ, ദാറ്റ്സ് എ ഫാക്ട്. ഓക്കെ, എംബാപ്പെ വിനി ആ ഒരു കോമ്പിനേഷൻ തന്നെയാണ് അധികം വർക്കായിട്ടുള്ളത്. പിന്നെ അവരവിടെ 4-2-3-1 എന്നുള്ളൊരു ഫോർമേഷനിലാണ് എസ്പാനോൾ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരങ്ങനെ ഡിഫെൻസീവ്ലി ഒന്നുമല്ല കളിച്ചത്, ഒഫെൻസീവ്ലി തന്നെയാണ് കളിച്ചത്. ഈ ഒരു മാച്ചിൽ അവരുടെ അറ്റാക്കോട് കൂടിയാണ് മാച്ച് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. നല്ല നല്ല അറ്റാക്കുകൾ ഉണ്ടായിരുന്നു എസ്പാനോളിൻ്റെ ഭാഗത്തു നിന്ന്. പക്ഷേ അവർക്ക് അതൊന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. പ്രോപ്പറായിട്ട് എതിർമിലിട്ടാവും ഡിഫെൻസ് ചെയ്തു എന്നുള്ളതാണ് നമുക്കത് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബെന്റാവോലും കരേരാസ് ആയാലും റൗൾ അസൻസിയോ ആയാലും ഡാനി കാർവാളായാലും. ഓക്കെ, അപ്പോൾ ഈ ഒരു മാച്ചിൽ അവരുടെ അറ്റാക്കോടുകൂടിയാണ് തുടങ്ങിയത്. റയൽ മാഡ്രിഡ് നല്ലൊരു അറ്റാക്ക് റയൽ മാഡ്രിഡിൻ്റെ ഭാഗത്തു നിന്നും വന്നത് ആ ഒരു എദർ മിലിറ്റാവിൻ്റെ ഗോളിലൂടെ തന്നെയാണ്. എന്നാ ഗോളാണിത്! വാൽവർഡേൻ്റെ അസിസ്റ്റിൽ നിന്നും എദർ മിലിറ്റാവ്, അതായത് വാൽവർഡെ ഒരു ബോളിന് എദർ മിലിറ്റാവ് കൊടുക്കുന്നു. റയൽ മാഡ്രിഡ് ഇങ്ങനെ വിങ്ങിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്ത് കളിക്കുക, വെറുതെ പാസിട്ട് ബോൾ കളിക്കുകയാണ്. ഓക്കെ, വാൽവർഡെ എദർ മിലിറ്റാവ് ഒരു ബോൾ കൊടുക്കുന്നു, എദർ മിലിറ്റാവ് ജസ്റ്റ് ഒന്ന് മുന്നിലോട്ട് പോകുന്നു, ഫ്രീ സ്പേസ് കാണുന്നു, അങ്ങോട്ട് പോകുന്നു, അവിടെ നിന്ന് ഒരു കിഡിലൻ ഷോട്ട്, കേവ് ചെയ്തൊരു ഷോട്ട് അടിക്കുന്നു. 1-0 എന്നുള്ളൊരു സ്കോറിന് റയൽ മാഡ്രിഡ് മുന്നിലെത്തുന്നു. റയൽ മാഡ്രിഡിൻ്റെ ഓഡിയൻസ് എല്ലാവരും ഞെട്ടി ആ ഒരു ഗോൾ കണ്ടിട്ട്. എദർ മിലിറ്റാവിൻ്റെ ഭാഗത്ത് നിന്നും ഈ ഒരു സീസണിലെ എദർ മിലിറ്റാവിൻ്റെ ആദ്യത്തെ ഗോളാണിത്. ഓക്കെ, അതേ എദർ മിലിറ്റാവ് എന്ന് പറയുന്നത് എന്താ പറയുക, റയൽ മാഡ്രിഡിന് ആ ഒരു CBയിൽ നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റിയൊരു പ്ലെയർ ആണ് ആക്ച്വലി. അത്യാവശ്യം നല്ലൊരു അഗ്രസീവ് ആയിട്ടുള്ള പ്ലെയർ, ഹെഡിങ്ങിന് ക്യാപ്പബിൾ ആയിട്ടുള്ളൊരു പ്ലെയറാണ്. ഇതുപോലെ ലോങ് റേഞ്ച് ഷോട്ട്സ് എടുക്കാൻ പറ്റിയൊരു പ്ലെയറാണ് ഹ്യൂസൺ, എദർ മിലിറ്റാവ്. ഇവർ രണ്ടുപേരാണ് എനിക്ക് ആ ഒരു CBയിൽ പ്രോപ്പറായിട്ട് ആപ്റ്റായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഓക്കെ, ഹ്യൂസൺ റെഡ് കാർഡാണ്, അവരതിൻ്റെ അപ്പീലിലൊക്കെ പോയി, പക്ഷേ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല റയൽ മാഡ്രിഡ്. സോ അപ്പോൾ എദർ മിലിറ്റാവ് ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മസ്തൻ തുവാനോൻ്റെ ഒരു ഉള്ളിലോട്ടൊരു മസ്തൻ തുവാനോ എന്താ പറയുക, നല്ലപോലെ ബോക്സിൽ നിന്നൊക്കെ 1-on-1 വരുന്ന സമയത്ത് നല്ലപോലെ കട്ട് ചെയ്ത് ഉള്ളിലോട്ട് പോകുന്നുണ്ട്, അത് ഇമ്പാക്റ്റ് ആവുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് കൊടുക്കുന്ന ക്രോസ് ഒന്നും മസ്തൻ തുവാനോൻ്റെ ഇമ്പാക്റ്റ് ആവുന്നില്ല. ഓക്കെ, നല്ലപോലെ ഡ്രിബിൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് കഴിഞ്ഞ് വരുന്ന ക്രോസുകൾ ഇമ്പാക്റ്റ് ആവുന്നില്ല മസ്തൻ തുവാനോൻ്റെ. ആ ഒരു പ്രശ്നം മസ്തൻ തുവാനോക്ക് ഉണ്ട്. അപ്പോൾ
പക്ഷേ ഇനി വരുന്ന മാച്ചസിൽ ഇമ്പ്രൂവ് ചെയ്ത് വരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ടോപ്പ് ക്ലാസ് ആണ്. മസന്തുവാനോ അദ്ദേഹം 18 ഒരു എന്താ പറയുക ടോപ്പ് 5 ലീഗിൽ ആദ്യമായിട്ട് വരുന്നൊരു സീസണിൽ 3-4 അഞ്ചാമത്തെ മാച്ച് ആയപ്പോഴേക്കും ഇത്രയും ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സാബി അലൻസോയുടെ സ്റ്റാർട്ടിംഗ് 11 റയൽ മാഡ്രിഡ് പോലത്തെ ഒരു ടീമിൽ സ്റ്റാർട്ടിംഗ് 11 അദ്ദേഹത്തിന് വരാനും കഴിയുന്നുണ്ട്. ഓക്കെ, 18 വയസ്സ് മാത്രം പ്രായമുള്ളൊരു വണ്ടർ കിഡ് ആണെന്നും കൂടി നമ്മൾ ഓർക്കണം. ഓക്കെ, അദ്ദേഹം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി കളിക്കുന്നത്. ഗോൺസാലോ ഗാർസിയ ആയിരുന്നു കഴിഞ്ഞ ദിവസം നല്ലപോലെ നിറം മങ്ങിയത്. ഓക്കെ, വിനി ജൂനിയർ ഉണ്ടായിരുന്നു. വിനി ജൂനിയറിൻ്റെ ഭാഗത്തു നിന്നും ഒരു അസിസ്റ്റ് ഉണ്ട്. എംബാപ്പയുടെ ആ ഒരു ഗോളിൻ്റെ അസിസ്റ്റ് വിനി ജൂനിയറുടെ ഭാഗത്തു നിന്നായിരുന്നു. വിനി ജൂനിയർ വെൽ മെച്ചോർഡായിട്ടാണ് ഇപ്പോൾ കളിക്കുന്നത്. ഓക്കെ, ട്രാക്ക് ബാക്ക് ചെയ്യുന്നു, ഡിഫെൻഡ് ചെയ്യുന്നു, കരേരാസിൻ്റെ ഒപ്പം കരേരാസിനെ പോയി ഹെൽപ്പ് ചെയ്യുന്നു, പ്രസ് ചെയ്യുന്നു. പക്ഷേ നമുക്ക് വിനി ജൂനിയർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? വിനി ജൂനിയറിൻ്റെ ആ ഒരു ഇൻസൈഡ് കട്ടിലോട്ടുള്ള ആ ഒരു വിങ്ങിലൂടെയുള്ള ആ ഒരു ഡ്രിബിളിങ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്കിൽസ്, ആ ഒരു ഫ്ലെയർ എവിടെയോ വിനി ജൂനിയറിൻ്റെ ഇപ്പോൾ മിസ്സായിട്ടുണ്ട്. ഓക്കെ, എന്നാലും കഴിഞ്ഞ മാച്ചിൽ അവിടെയും കുറച്ചൊക്കെ കണ്ടിട്ടോ. അദ്ദേഹത്തിന് വന്നൊരു ഷോട്ട് ഉണ്ടായിരുന്നു, ഒരു ഇൻസൈഡിലോട്ട് കട്ട് ചെയ്ത് വന്നൊരു ഷോട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അടിച്ച് പുറത്തോട്ട് പോയി. പക്ഷേ വിനീഷ്യസിൻ്റെ ആ ഒരു ഫ്ലെയർ നമുക്ക് കാണണം, ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അത് പുറത്തേക്ക് അങ്ങോട്ട് വരുന്നില്ല. ഓക്കെ, അത് നല്ലപോലെ മിസ്സാവുന്നുണ്ട് വിനി ജൂനിയറിൻ്റെ. പിന്നെ അങ്ങനെ വിനി ജൂനിയർ എംബാപ്പെ കോമ്പിനേഷൻ നല്ലപോലെ നടക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനമൊക്കെ ആയ സമയത്ത് വിനി ജൂനിയറിന് ഒരു ബോൾ കിട്ടി. അദ്ദേഹം ആ ബോളും കൊണ്ട് ബോക്സിലോട്ട് പോയി, അത് എംബാപ്പയ്ക്ക് കൊടുത്തു. എംബാപ്പെ ഷോട്ട് കൊടുത്തു, പക്ഷേ അത് പുറത്തോട്ട് പോയി. ഓക്കെ, അൺഫോർച്ചുനേറ്റ്ലി നല്ലൊരു മൂവ് ആയിരുന്നു അത്, പക്ഷേ അത് ഗോളായില്ല. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. സെക്കൻഡ് ഹാഫിലാണ് സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിലാണ് വിനി ജൂനിയർ ഇങ്ങനെ ആ ഒരു ലെഫ്റ്റ് വിങ്ങിലൂടെ അറ്റാക്ക് ചെയ്ത് വരുന്നു. ആ ഒരു ബോൾ എംബാപ്പെ കൊടുന്നു. എംബാപ്പെ ആ ഒരു ലോങ് റേഞ്ച് ഷോട്ട്, അതും എതിർ മിലിറ്റ് അവനെ കൊണ്ട് പറഞ്ഞ മാതിരി തന്നെ കിഡിലൻ ഗോൾ. എംബാപ്പെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മയോർക്കെതിരെ ഒഴിച്ച് ബാക്കി എല്ലാ മാച്ചസിലും അദ്ദേഹം ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. മാഴ്സയ്ക്കെതിരെ 2 ഗോൾ സ്കോർ ചെയ്ത് അദ്ദേഹമാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. ഓക്കെ, അപ്പോൾ അതാണ് എംബാപ്പേൻ്റെ അവസ്ഥ. അദ്ദേഹം നല്ല ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. റയൽ മാഡ്രിഡിന് എന്തായാലും ഈ ഒരു സീസണിൽ ലാലിഗയിൽ നല്ലപോലെ ചാൻസ് ഉണ്ട്. ഓക്കെ, അതിനുള്ളൊരു കളി സാബി അലൻസോ കൊണ്ടുപോകുന്നുണ്ട്. ലാലിഗയിൽ ഈ ഒരു സീസണിൽ ടൈറ്റിൽ അടിക്കാനുള്ള ചാൻസും കാണുന്നുണ്ട്. പക്ഷേ ബാഴ്സലോണ തൊട്ട് ബാക്കിൽ തന്നെ കളിക്കന്മാരെ പോലും നോക്കി നിൽക്കുന്നുണ്ട്. അവർ ആ ഒരു മാച്ച് മാത്രമാണ് സമനിലയായത്, ആ ഒരു റയൽ വായക്കാനൊക്കെ എതിരെ. ബാക്കിയൊക്കെ ബാഴ്സലോണ അവിടെ ബാക്കിൽ തന്നെയുണ്ട്. എൽ ക്ലാസിക്കോ വരാനുണ്ട്. അപ്പോൾ കളി ഇനി കുറച്ചങ്ങോട്ട് ചൂട് പിടിക്കും. റയൽ മാഡ്രിഡ് എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് നോക്കുക തന്നെ വേണം. ഏതായാലും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറേ അറ്റാക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ. 58ാമത്തെ മിനിറ്റിൽ ഗോൺസാലോ ഗാർസിയനെ പിൻവലിച്ചു. പിന്നെ ആദ്യ കൂളറിനെ കൊണ്ടുവന്നു. പിന്നെ അത് കഴിഞ്ഞ് റോഡ്രിഗോനെ കൊണ്ടുവന്നു, വിനീഷ്യസ് ജൂനിയറിനെ മാറ്റിയിട്ട്. അതിൻ്റെ ഇടയിലൊക്കെ വിനി ജൂനിയറിൻ്റെ ഒരു ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, എതിർ മിനിറ്റ് ഒരു ബോൾ കൊടുക്കുന്നു, അദ്ദേഹം ആ ഒരു ബോളും കൊണ്ട് അങ്ങോട്ട് പോകുന്നു. വിനി ജൂനിയർ കേവ് ചെയ്തൊരു ഷോട്ട് അടിക്കുന്നു, ഗോളാവുന്നു. പിന്നെ വേറൊരു ചാൻസ് ഉണ്ടായിരുന്നു. എംബാപ്പയ്ക്ക് ഒരു ബോൾ കിട്ടി, റൈറ്റിലൊരു ബോൾ കിട്ടി അദ്ദേഹം എംബാപ്പെ ഒരു ഷോട്ട് അടിച്ചു, ഗോൾ കീപ്പർ സേവ് ചെയ്തു. അത് വീണ്ടും എംബാപ്പയ്ക്ക് തന്നെ കിട്ടുന്നു. എംബാപ്പെ വീണ്ടും ഒരു ഷോട്ട് അടിക്കുന്നു, ഗോൾ കീപ്പർ തട്ടി വിനി ജൂനിയറിന് കിട്ടുന്നു ഓപ്പൺ പോസ്റ്റിലോട്ട് അടിക്കാൻ വേണ്ടി. പക്ഷേ അതൊരു കുറച്ച് സൈഡിലോട്ടാണ് പോയത്. അദ്ദേഹം അത് ലെഫ്റ്റ് ഫുട്ട് റൗണ്ട് ഷോട്ട് അടിക്കുന്നു, പോസ്റ്റുമ്പോൾ തട്ടി പോകുന്നു. പക്ഷേ അത് വിനി ജൂനിയറിന് തന്നെ കിട്ടുന്നു. അദ്ദേഹം എടുക്കുന്നു, എംബാപ്പയ്ക്ക് തന്നെ കൊടുക്കുന്നു, വീണ്ടും ഷോട്ട് അടിക്കുന്നു. പക്ഷേ അത് ജസ്റ്റ് മിസ്സിൽ പോസ്റ്റിന് ബാറിൻ്റെ മുകളിൽ കട്ടി ഡിഫ്ലക്ഷനായി ബാറിൻ്റെ മുകളിൽ തട്ടി മേലെ നെറ്റിൽ അവിടെ നിന്നു. അത് നല്ലൊരു എന്താ പറയുക, നമുക്ക് എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു ചാൻസ് ആയിരുന്നു. നല്ലൊരു ചാൻസ് ആയിരുന്നു അത്. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 3-0 എന്നുള്ളൊരു സ്കോർ ആകാൻ വേണ്ടി നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു. പിന്നെ എസ്പാനോളിൽ നല്ലൊരു ചാൻസ് കിട്ടിയിരുന്നു. അതായത് ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനം. ഓക്കെ, 46 മിനിറ്റും 5 മിനിറ്റ് എങ്ങാണ്ടായിട്ട് എക്സ്ട്രാ കിട്ടിയത്. ആ സമയത്ത് എസ്പാനോളിൽ ഒരു ഫ്രീ കിക്ക് കിട്ടി. ആ ഒരു ഫ്രീ കിക്ക് അദ്ദേഹം എടുക്കുന്നു. അവരുടെ ഡിഫൻഡറായിട്ടുള്ള കരേരാക്ക് ഒരു കിഡിലൻ ചാൻസ് കിട്ടി. 1-0 എന്നുള്ളൊരു സ്കോറായിരുന്നു ആ സമയത്ത്. ഓക്കെ, എംബാപ്പെ ആ സമയത്ത് ഗോൾ സ്കോർ ചെയ്തിട്ടില്ല. അതെങ്ങാനും ഗോളായിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു മാച്ച് സമനിലയിൽ നിന്നേനെ, പറയാൻ പറ്റില്ല. ചിലപ്പോൾ റയൽ മാഡ്രിഡ് ഡിഫൻസിൻ്റെ ആ ഒരു കോൺഫിഡൻസ് പോയേനെ. എച്ചമിനി അവിടെ ബീറ്റ് ആയിട്ടുണ്ട്, എതിർ മിനിറ്റ് അവിടെ ബീറ്റ് ആയിട്ടുണ്ട്. കരേര അവരുടെ ഡിഫൻഡറാണ്, അദ്ദേഹത്തിന് കാല് ജസ്റ്റ് ഒന്നുകൂടി ഫ്രണ്ടിലായിരുന്നുണ്ടെങ്കിൽ അത് കൊളയാനെ. ഓക്കെ, ഇപ്പോൾ കോട്ടോ ഈസി ആയിട്ട് ബീറ്റ് ചെയ്യണം, കാരണം കോട്ടോ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ മുമ്പിൽ. ഓക്കെ, അതായിരുന്നു എസ്പാനോൾ കിട്ടിയ വൺ ഓഫ് ദ ബിഗ് ചാൻസ് എന്ന് പറയുന്നത്. പിന്നെ റയൽ മാഡ്രിഡിന് അങ്ങനെ വലിയ ബിഗ് ചാൻസസ് ഒന്നും കിട്ടിയിട്ടില്ല. അവരങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോവുക. റയൽ മാഡ്രിഡ് അങ്ങനെ വിജയിച്ചു. ടേബിൾ ടോപ്പേഴ്സാണ് റയൽ മാഡ്രിഡ്. ലാലിഗയിൽ നല്ല ചാൻസ് ഉണ്ട്. പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ എനിക്ക് മാഴ്സയ്ക്കെതിരെയുള്ള ഒരു മാച്ച് കണ്ടപ്പോൾ വലിയ പ്രതീക്ഷയില്ല. അറിയില്ല, രണ്ടും പെനാൽറ്റിയാണ്. പക്ഷേ റയൽ മാഡ്രിഡ് എന്ന് പറയുമ്പോൾ ചാമ്പ്യൻസ് ലീഗ് ആണല്ലോ. ഓക്കെ, ലാലിഗയിൽക്കാൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ചാമ്പ്യൻസ് ലീഗിലെ മാച്ചസാണ് റയൽ മാഡ്രിഡിൻ്റെ. എന്തായാലും നമുക്ക് നോക്കാം. കഴിഞ്ഞ മാച്ചിൽ അത്യാവശ്യം 10-23 ഷോട്ടൊക്കെ ഉണ്ട് ടോമസേക്കെതിരെ, ഇല്ലാതെന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ വേറെയും കുറേ റിസൾട്ടുകൾ ഉണ്ട്. ഇപ്പോൾ പ്രീമിയർ ലീഗിൽ റിസൾട്ടൊക്കെ എടുത്തു നോക്കണേ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെൽസിയെ പരാജയപ്പെടുത്തുന്നു, കസമീറോക്ക് റെഡ് കാർഡ് കിട്ടുന്നു, അദ്ദേഹം ഗോൾ സ്കോർ ചെയ്യുന്നു, ബ്രൂണോ ഫെർണാണ്ടസ് ഗോൾ സ്കോർ ചെയ്യുന്നു. അങ്ങനെ കുറേ പരിപാടികൾ ഇപ്പം നടക്കുന്നുണ്ട് ചുറ്റും. ഓക്കെ, ലിവർപൂൾ വിജയിക്കുന്നു, ഹ്യൂഗോ എക്കിത്തിക്കൊക്കെ ഗോൾ സ്കോർ ചെയ്യുന്നു. അപ്പോൾ കുറേ പരിപാടികൾ നടക്കുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്.